പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. നിങ്ങൾ നമ്മുടെ വാവ സുരേഷിൻ്റെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നോ? ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം വൈറലാണ് ഇപ്പോൾ അത്. അവതാരകൻ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം, 2 വീഡിയോ നമുക്ക് നോക്കാം. ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കല്ല, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കത് ഉണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചു. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടോ കുടിക്കാനില്ല. അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചില്ല, കളഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. കൂട്ടുകാരൻ അപ്പോൾ മകനെ പറഞ്ഞു വിട്ടിട്ട് പായസം കുടിക്കാനായിട്ട് പുറത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ് മേടിച്ചുകൊണ്ടേ കൊടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലയിടത്തും കാണാറുണ്ട്, പല സിനിമകളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ പലരുടെ വീടുകളിൽ കാണാറുണ്ട്. വേറെ ഒന്നുമല്ല, അത് പാമ്പിനോടുള്ള അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കുന്ന ആളോടുള്ള ഒരു പാമ്പിനോടുള്ള അറപ്പമൊന്നുമല്ല. സത്യം പറഞ്ഞത് ജാതിപരമായ നിറത്തിനോടുള്ള അല്ലെങ്കിൽ കറുത്തവനോടുള്ള ഒരു വേർതിരിവ് തന്നെയാണത്. ജാതിപരമായൊരു വേർതിരിവ് തന്നെയാണ്, അല്ലെങ്കിൽ നിറത്തിനോടുള്ള വേർതിരിവ് തന്നെയാണ്. അത് പ്രകടമായിട്ടും പല ആൾക്കാരുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതില്ലാണ്ടൊന്നുമില്ല. കൃത്യമായിട്ട് ഇന്നിപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ്. അതായത് ഒരു സ്ത്രീ യാത്രയാണ്, ട്രെയിനിൽ യാത്രയാണ്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അവരുടെ അടുത്ത് ഇവരുടെ ജാതി, ഇവർ പണ്ഡിത്താണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങ് അറ്റം വരെയും പോകുന്നു. അവസാനം ഇവൻ്റെ ഭാര്യയ്ക്കെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി. അവൻ തല്ലി, നല്ല തല്ലി. അതേവരെ മിണ്ടാതിരുന്ന ആൾക്കാർ ഭാര്യനെ, ആ സ്ത്രീയെ തല്ലുന്ന കണ്ടപ്പോൾ ആൾക്കാർ പ്രതികരിച്ചു. ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? എന്റെ മകൻ നിന്നേക്കാളും നിന്റെ ഭാര്യയെക്കാളും സുന്ദരനാണ്. എന്റെ മകൻ എഞ്ചിനീയറാണ്. എന്റെ ഭർത്താവ് സൂപ്പർവൈസറാണ്, പണ്ഡിറ്റാണെന്ന്. അതായത് പണ്ഡിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ നാട്ടിലേക്കുള്ള വലിയ ജാതിയെന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ തന്നെ കാസ്റ്റ്, വർണ്ണവിവേചനം, ഇതൊക്കെ തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് നന്നായിട്ട് കിട്ടി. ചേച്ചിക്ക് പ്രശ്നമൊക്കെ തീർന്നു, അഹങ്കാരമൊക്കെ മാറി, കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി. പുള്ളിക്കാരി ഓക്കെയാണ് ഇപ്പോൾ, പ്രശ്നമൊന്നുമില്ല.